നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്. ഇന്നത്തെ വെൽത്ത് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 100 ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. നമ്മുടെ വെൽത്തിനെ പറ്റിയിട്ടുള്ള ഇന്ന് 7ാമത്തെ ക്ലാസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ വെൽത്തിനെ പറ്റി ഡീറ്റെയിൽസ് ആയി സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ഓരോ തത്വങ്ങളാണ് നമ്മൾ വിവിധമായ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പത്തെ തത്വങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള എത്രയോ നമ്മൾ ഇന്നിപ്പോ 7 ആണ്, ബാക്കി 93 കൂടി ബാക്കിയുണ്ട്. ഈ 93 കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതറിയാമല്ലോ. അപ്പൊ നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ കമന്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോർവേഡുകളും ഷെയറുകളും ഒക്കെയാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ സമ്പത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് സമ്പന്നമായ ഒരു മനസ്സ് ആണ് ഏറ്റവും ഉണ്ടാവേണ്ടത്. നമ്മൾ ആദ്യത്തെ ഒരു തത്വത്തിൽ പറഞ്ഞിരുന്നു, സമ്പന്നമായ മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടിയതിനെ, അത് ജ്ഞാനമായാലും അറിവായാലോ അല്ലെങ്കിൽ മണിയായാലോ എല്ലാം സമ്പന്നമായി നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് വിളിക്കും, അതിന് പിശുക്കന്മാർ എന്ന് വിളിക്കും. അത് നിങ്ങൾ ആരുമല്ലല്ലോ, അല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സോ നിങ്ങൾ ആരും പിശുക്കന്മാരല്ലെങ്കിൽ നിങ്ങൾ താഴെ പിശുക്കാതെ കണ്ട് കമന്റുകൾ രേഖപ്പെടുത്തുക. ഞാൻ നോട്ട് ഇല്ലേ, ഞാൻ പിശുക്കനല്ല എന്ന് കമന്റ് ചെയ്യണ്ട, ഐ ആം എ വെൽത്തി മാൻ എന്ന കമന്റ് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളെ വെൽത്തിയിലേക്ക് മാറ്റും എന്നുള്ളതുകൊണ്ടാണ്. പിശുക്കത ആരും കാണിക്കാതെ അത് കമന്റ് ചെയ്യൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ നോക്കടാ വെൽത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുകയും, ഇന്ന് പറയുന്ന വിഷയം അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും വേണം. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയം സമ്പത്തിന്റെ നിയമത്തിൽ ഏറ്റവും പരമപ്രധാനമാണ് ഇന്നത്തെ അവസ്ഥയിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ, മറ്റ് കാര്യത്തിൽ അവസ്ഥയിൽ ഇത് ഇല്ല. കാരണം അവിടെ എല്ലാം ഇത് നിയന്ത്രിതമാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യു എയിലാണെന്ന് അറിയാം. യു എയിലെ ബാങ്കിലെ ഒരു എംപ്ലോയിയുമായി സംസാരിച്ചപ്പോൾ പറയണ്ടായി, സാർ ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഈ ഒരു സബ്ജക്റ്റ് വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്കറ്റിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്, അത് സ്വാഭാവികമാണ്, അതുണ്ട് എന്നറിയാം. ഫണ്ട് ഫ്ലോ ഒക്കെ ഒരുപാട് എഫക്റ്റ് ആവും. പക്ഷെ ഒരാളുടെ മെന്റൽ സ്ഥലങ്ങളെ ഒരുപാട് മാറ്റപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ മറക്കണ്ട, നിങ്ങൾ യു ആർ എ വെൽത്തി മാൻ എന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ചാനൽസ് കൂടുതൽ ഗ്രോ ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഇതുപോലെ കുറെ ക്ലാസ്സുകൾ നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ടും മറ്റ് ക്ലാസ്സുകളായിട്ടൊക്കെ ഉണ്ട്. വേണ്ടവരൊക്കെ ബന്ധപ്പെടുക. ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ഫ്രീ സെഷൻസ് എപ്പോഴും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ദെൻ ഐ ജംപ് ടു ദ റൂൾ നമ്പർ 7. നമ്മുടെ റൂൾ നമ്പർ 7 പറയുന്നത് വെൽത്തിന്റെ, സമ്പത്തിന്റെ നിയമങ്ങൾ. റൂൾ നമ്പർ 7 പറയുന്നത് വായ്പ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കൺട്രോൾ യുവർ ഡെപ്റ്റ് എന്ന് പറയുന്ന സാധനം. വായ്പ നിയന്ത്രിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അനാവശ്യ വായ്പകൾ എടുക്കാതെ വായ്പയെ സസൂക്ഷ്മം അല്ലെങ്കിൽ സൂക്ഷ്മമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ അപ്പോൾ ആൾക്കാർ പറയും, ഞാൻ അനാവശ്യമായിട്ട് വായ്പ എടുക്കാറില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന്. ഇതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നിങ്ങൾ ചെയ്ത വായ്പ, എങ്ങനെയാണ് ചെയ്തത്, നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാം. ഐ എം നോട്ട് ജഡ്ജ് എനിബഡി, ബട്ട് ഫാക്ട് ഈസ് ദാറ്റ് നമ്മൾ എടുക്കുന്ന വായ്പകളെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഇന്നലെ ഒരാൾ എന്നോട് മീറ്റിംഗ് പറയുകയുണ്ടായി, സാറേ ഞാൻ വായ്പ എടുത്തു, 1 കോടി രൂപ വായ്പ എടുത്തു, പക്ഷെ അതിൽ ഒരു 20 ലക്ഷം രൂപ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, ബാക്കി 80 ലക്ഷം രൂപയാണ് ആ വായ്പ ശരിയായി ഞാൻ ഉപയോഗിച്ചത് എന്ന് പറയണ്ടായി. ഈവൻ 20 lakhs ആണെങ്കിൽ തന്നെ അത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല എന്നുള്ള ഒരു തിരുത്ത് അയാൾക്കും ഉണ്ടായി, എനിക്കും ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിച്ചോ. അപ്പൊ വായ്പ നിയന്ത്രണത്തിന്റെ നിയമങ്ങൾ ഒന്നറിയണം. വായ്പ എന്നത് സാമ്പത്തികമായി മുന്നേറാൻ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ശരിയായി നിയന്ത്രിക്കാതെ പോയാൽ ഇത് വലിയ പിഴവുകൾക്കും കടബാധ്യതകൾക്കും വഴിയൊരുക്കും എന്ന്. അതിനെ വായ്പ എടുക്കുമ്പോഴും അതിന്റെ ഉപയോഗം തീരുമാനിക്കുമ്പോഴും ചില അടിസ്ഥാന നിയമങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമുള്ള കാര്യമാണ്. അത് പിന്തുടരുക തന്നെ വേണം എന്നുള്ളതാണ്. ഒന്നാമതായി
ആവശ്യത്തിനേ വായ്പ എടുക്കാവൂ എന്ന നിയമം നിങ്ങൾ പാലിക്കണം. നമ്പർ 1, ആവശ്യത്തിനേ വായ്പ എടുക്കുകയുള്ളൂ എന്നുള്ള നിയമം. വാസ്തവമായി ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ വായ്പ എടുക്കാൻ ശ്രമിക്കേണ്ടതുള്ളൂ എന്നും അറിയാം. ആഡംബരത്തിനും പാഷനും വേണ്ടിയുള്ള വായ്പ ഒരു വലിയ പിഴവാണ് എന്നറിയാം. നിങ്ങളുടെ കേസുകൾ, ഓരോ ആളുടെ കേസ് അവരവർ അനലൈസ് ചെയ്ത് നോക്കുക. വായ്പ ഉള്ളവരാണെങ്കിൽ ദാറ്റ് ഈസ് വെരി 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 ഡിഫിക്കൽട്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു വണ്ടിയുടെയാണ് നമുക്ക് ആവശ്യം എന്ന് കരുതിക്കോ. എത്ര പേര് ആവശ്യത്തിനുള്ള വണ്ടി വാങ്ങിക്കുന്നോ അല്ലെ ആഡംബരത്തിനുള്ള വണ്ടി വാങ്ങിക്കുന്നോ എന്ന് സ്വന്തം വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, തിരിച്ചടവ് ശേഷി മനസ്സിലാക്കുക എന്ന് പറയുന്നു. വായ്പ എടുക്കുന്നതിന് മുമ്പ് തങ്ങളുടെ മാസ വരുമാനം, ചിലവുകൾ, മറ്റ് വായ്പാ ബാധ്യതകൾ എന്നിവയെ കണക്കാക്കി തിരിച്ചടവ് സാധ്യമാണോ എന്നത് ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഞാൻ നോക്കിയത് ബാങ്കിലെ മെസ്സേജ് വന്ന വായ്പയെ പറഞ്ഞപ്പോൾ ബാങ്കിലെ ചെക്കുകൾ വന്നതിന്റെ മെസ്സേജാ വന്നത്. സമയം എത്രയായി, അതുകൊണ്ടാണ്. കറക്റ്റായിട്ട് പോകണമല്ലോ. അപ്പോ തിരിച്ചടവിന് ശേഷി പലരും ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. ഒരു വീട് വാങ്ങിച്ചു, വായ്പ ലോൺ ഉണ്ട്, അതിന്റെ തിരിച്ചടവ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കരുതി റെന്റിന് കൊടുക്കാമല്ലോ എന്ന് കരുതി അടുത്തൊരു വീട് വാങ്ങിക്കുക. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് സംസാരിച്ചതാണ്. റെന്റിന് കൊടുക്കാമല്ലോ എന്ന് കരുതി അടുത്ത വീട് വാങ്ങിക്കുക. ആക്ച്വലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് റെന്റിന് കിട്ടുന്ന കാശ് കൊണ്ട് വായ്പ അടക്കാൻ തികയോ? ദാറ്റ്സ് നോട്ട് പോസിബിൾ എനിവെയർ ഇൻ ദിസ് വേൾഡ്. അങ്ങനെ സംഭവം ലോകത്ത് എവിടെയും നടക്കില്ല. അതിന്റെ EMI രണ്ടും തമ്മിൽ മാച്ച് ആവുകയില്ല ഒരിക്കലും. ആവുകയാണെങ്കിൽ ലോങ് ടൈം ആയിരിക്കും, എത്രയോ വർഷങ്ങൾ വേണ്ടി വരും. അപ്പൊ അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ തിരിച്ചടവിന് ശേഷം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മളത് ചെയ്യാവൂ. മൂന്നാമത്തെ കാര്യം, പലിശ നിരക്ക് പരിശോധിക്കുക. വായ്പ എടുക്കുമ്പോൾ പലിശയുടെ നിരക്ക് നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. കുറഞ്ഞ പലിശ നിരക്കുള്ള വായ്പകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ 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 കൃത്യമായിരിക്കണം. പൊതുവേ ആൾക്കാർ പലിശയെ പറ്റി ആലോചിക്കാറില്ല. തിരിച്ചടവ് എത്ര എമൗണ്ട് ആയി വരും എന്ന് മാത്രം ആലോചിച്ചു പോകുന്ന ജനങ്ങളുടെ സമൂഹമാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ കുറഞ്ഞ പലിശ നിരക്കുള്ള വായ്പയെ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊടുക്കും. മറികടക്കാൻ കഴിയുന്ന പലിശയും സർവീസ് ചാർജുകളും ഉറപ്പാക്കുക തന്നെ വേണമെന്നുള്ളതാണ്. നിയമാവലി മുഴുവൻ എഴുതി ഓരോ ബാങ്കിലും ഓരോ രീതിയിലേക്ക്. പൊതുവെ പല സെൻട്രലൈസ്ഡ് ബാങ്കുകൾ മറ്റൊന്നായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഓരോ ബാങ്കുകൾ ഓരോ രീതി, ഓരോ കാര്യങ്ങൾക്ക് ഓരോ രീതി, ഓരോ ക്രെഡിറ്റ് നമ്മുടെ സ്കോറിനനുസരിച്ച് ഓരോന്നും ഉണ്ടാവും. അതൊന്നും ശരിക്കും പഠിച്ചുകൊണ്ട് ചെയ്യുക. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത്, വായ്പയുടെ നിബന്ധനകൾ നന്നായി വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. വായ്പ നൽകുന്ന സ്ഥാപനത്തിന് നിബന്ധനകളും വ്യവസ്ഥകളും പൂർണ്ണമായും മനസ്സിലാക്കാതെ ഒപ്പിടുന്ന പരിപാടിയാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇത് നിർത്തണം, ഇത് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ പിഴവുകളുള്ള വായ്പാ കരാറുകൾ ഭാവിയിൽ നമുക്ക് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ശരിക്കും മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഡോക്യുമെന്റ്സ് നമ്മൾ വായിച്ചിട്ട് എന്ത് ചെയ്യാനോ സാറേ, അതിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആ ബാങ്ക് വേണോ മറ്റൊരു സ്ഥലം വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റും. ശരിക്കും പഠിക്കണം കേട്ടോ. അപ്പൊ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വായ്പ സമയത്ത് തിരിച്ചടക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ വായ്പ എടുക്കുമ്പോൾ തന്നെ തിരിച്ചടക്കാൻ ഒരു തീയതി നിശ്ചയിക്കുകയും, അതായത് 10-ാം തീയതിയാണ് ഡേറ്റ് അവർ തരുന്നത്, നമ്മൾ 5-ാം തീയതി ആയിട്ട് വിസിറ്റ് ചെയ്യണം. ആ സമയത്തേക്ക് വായ്പ അടക്കാതെ പോകുന്ന കൂടുതൽ പലിശയും പിഴവും ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. വൈ ഡു വാണ്ട് അവോയ്ഡ്? എന്തായാലും നിങ്ങൾ അടക്കാതിരിക്കാനും പറ്റില്ല എന്നറിയാലോ. അപ്പൊ 10-ാം തീയതി ബാങ്ക് വെച്ചാൽ നമുക്ക് 8-ാം തീയതി വെക്കാം. 8-ാം തീയതി ആകുമ്പോൾ ബാങ്കിൽ ഫണ്ട് ഉണ്ട്, പൈസ വരുന്നു ഉറപ്പിക്കാം നമുക്ക്. അല്ലാതെ അവസാന നിമിഷം ഓടുന്ന ഒരവസ്ഥ വരരുത്. ആറാമത്തെ കാര്യം, അനാവശ്യ വായ്പകൾ ഒഴിവാക്കുക. പലതരം ക്രെഡിറ്റ് കാർഡിന്റെ വായ്പകൾ, പേഴ്സണലൈസ്ഡ് ലോണുകൾ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ UPI പോലുള്ള ലോണുകൾ. ഇവിടെ പറയുന്നത് അനാവശ്യ വായ്പകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. പലതരം ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് എടുക്കുന്ന ലോണുകള്, പേഴ്സണൽ ലോണുകള്, വണ്ടി ലോണുകള്, അങ്ങനെ കുറേ ലോണുകളുണ്ട്. ഇപ്പൊ ഇതൊക്കെ വളരെ അധികം ആവശ്യകതയോടെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാക്സിമം ഒഴിവാക്കാവുന്ന ബാധ്യതകളെ ഒഴിവാക്കുക. അനാവശ്യ ക്രെഡിറ്റ് കാർഡ് സ്വാപ്പിംഗ് ഒഴിവാക്കുക. ക്രെഡിറ്റ് കാർഡ് സ്വാപ്പിങ്ങിൽ വളരെ അപകടം പിടിച്ചവരാണ്. എന്തിനാണെന്നോ, നമുക്ക് എന്ത് തോന്നിയാലും അപ്പൊ പോയി വാങ്ങിക്കാം. കാരണം ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, പിന്നെ കൊടുക്കാം. പിന്നെ കൊടുക്കണം എന്നുള്ളത് ഓർക്കും മറക്കണ്ടല്ലോ. അപ്പൊ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, വായ്പയുടെ ഉപയോഗം സൂക്ഷ്മമായി പരിശോധിക്കുക എന്ന് പറയുന്നത്. എടുക്കുന്ന വായ്പ എന്തിനു ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വായ്പയുടെ തുക നീതിനിഷ്ഠമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക എന്ന് മറക്കാതിരിക്കുക. എട്ടാമത്തെ കാര്യം, 8 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അടിയന്തര ഫണ്ടുകൾ ഒരുക്കി വെക്കുക എന്ന് പറയുന്നത്. അത് എങ്ങനെയാന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ ഓൾറെഡി വായ്പയല്ല, പിന്നെ അങ്ങനെ അടിയന്തര ഫണ്ട് ഉണ്ടാവും? അങ്ങനെ സിസ്റ്റമേ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വായ്പ അടക്കാനുണ്ടോ ഇല്ലയോ എന്ന വിഷയമല്ല, പക്ഷെ എമർജൻസി ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നോ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ വായ്പ ആവശ്യമാകാതിരിക്കാൻ വേണ്ടി
ചെറിയ 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 കാര്യങ്ങൾക്കെല്ലാം ഫണ്ട് വായ്പ പോയി എടുക്കുന്ന ഒറ്റ നല്ലതല്ല. ചെറിയ ചെറിയ അടിയന്തരമായ ഫണ്ടുകൾ ഒരുക്കി വെക്കുക എന്ന് പറയുന്നത് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വായ്പ എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നിയന്ത്രിച്ചാൽ അത് നമ്മുടെ സമ്പത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും വഴിയൊരുക്കുന്ന കാര്യമാണ്. വായ്പ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും ഉത്തരവാദിത്തപൂർണമായിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. വായ്പ എന്നത് ഒരു സഹായമായ ഒരു ഉപാധിയാണെന്നോ, ജീവിതത്തിന്റെ സഹായമായി മാത്രം എടുത്തുകൊണ്ട് അത് ജീവിതത്തിലെ ഒരു ഭാരമാക്കി മാറ്റാതെ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി വെൽത്ത് സമ്പത്തിന്റെ നിയമങ്ങളിലെ 7ാമത്തെ ദിവസത്തെ ഈ പോഡ്കാസ്റ്റിലൂടെ അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കഷൻ നിങ്ങളുടെ ഡിസ്കഷന് വേണ്ടി മാറ്റി നിർത്തിക്കൊണ്ട് നാളെ വീണ്ടും കാണാം. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ.